Assalamu alaikum, dears. How are you all? Let's start our class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, we finished 8 chapters അല്ലേ? ഇതിൽ നമ്മൾ 7 ചാപ്റ്റേഴ്സിൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെസണാണ് പഠിക്കാൻ പോകുന്നത്. Name of the lesson is plants around us. എന്താണ്? What's the name of the lesson? Plants around us. Okay. We know we all like plants അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും എന്താണ്? പ്ലാന്റ്സ് ഇഷ്ടമാണ് അല്ലേ? പ്ലാന്റ്സ് ആർ വെരി യൂസ്ഫുൾ ടു അസ്. നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഒന്നാണെന്ത്? പ്ലാന്റ്സ് അല്ലേ? അപ്പം വി കാൺ ലിവ് വിത്തൗട്ട് പ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതായത് പ്ലാന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്? ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് വി ഡിപ്പെൻഡ് മോസ്റ്റ്ലി പ്ലാന്റ്സ്. നമ്മൾ കൂടുതൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടുതലും എന്താണ് നമ്മൾ കഴിക്കുന്നത്? വെജിറ്റേറിയൻ, അതായത് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്? പ്ലാന്റ്സ് ആർ ലിവിങ് തിങ്സ്. പ്ലാന്റ്സ് എന്താണ്? ലിവിങ് തിങ്സ് ആണ്. ആൻഡ് ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. പ്ലാന്റ്സ് അവരുടെ ഫുഡ് സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെന്താണ്? ദേ കനോട്ട് മൂവ്. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ പ്ലാന്റ്സിന്? ഇല്ല അല്ലേ? പക്ഷേ ദേ എന്താണ്? പ്ലാന്റ്സിനും എന്താണ്? ആനിമൽസിനെ പോലെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് എന്ത് മാത്രം പറ്റില്ല? അവർക്ക് മൂവ് ചെയ്യാനുള്ള കഴിവ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പ്ലാന്റ്സ് നമ്മളെപ്പോലെ തന്നെ എന്താണ്? ഫുഡ് കഴിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? ദേ കനോട്ട് മൂവ് ലൈക്ക് ആനിമൽസ്. Then we get many things from plants. What are they? We get oxygen. Mainly എന്താണ്? We need oxygen to live. നമ്മൾ ബ്രീത് ചെയ്യുന്ന ഓക്സിജൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? We get oxygen from plants. പിന്നെ എന്താണ്? നമുക്ക് ഫുഡ് കിട്ടുന്നു. Then medicines. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? വുഡ്, ഫൈബർ എക്സെട്ര. വി ഗെറ്റ് മെനി തിങ്സ് ഫ്രം പ്ലാന്റ്സ്. അപ്പം ആനിമൽസ് ഓൾസോ ഡിപ്പെൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 77 ഒന്ന് എടുത്തേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പേജ് നമ്പർ 77 ഒരു കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. നമുക്കതൊന്ന് ചെയ്തിട്ട് നമ്മുടെ ലെസണിലോട്ട് പോകാം. നെയിം ദ ഫോളോയിങ്. നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ച ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിരിക്കുന്നത്. നെയിം ദ ഫോളോയിങ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a plant used for making medicine. Name of a plant used for making medicine. മെഡിസിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതായത് നമ്പർ 1 നെയിം ദ ഫോളോയിങ് ആണ്. നെയിം ദ ഫോളോയിങ്. A, question number A plant used for making medicine. മെഡിസിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ പേര് എഴുതുക. അപ്പം നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സിമ്പിളായിട്ട് നമുക്ക് എഴുതാം തുളസി പ്ലാന്റ് അല്ലേ? തുളസി എന്തിനാണ്? മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്? തുളസി. TULSI. ഓൾ ഓഫ് യു റൈറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. ഓക്കെ. B, പാർട്ട് ഓഫ് എ പ്ലാന്റ് ദാറ്റ് പ്രിപ്പയർസ് ഫുഡ്. അതായത് ഒരു പ്ലാന്റിൻ്റെ ഏത് പാർട്ടിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ വർഷം? അത് കിച്ചൺ ആണെന്നൊക്കെ പറയുന്നത്. പ്ലാന്റിൻ്റെ പാർട്ട് ഏതാണ്? മിസ് ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ആൻസർ എഴുതാം. ഏതാണ്? ലീവ്സ്. പാർട്ട് ഓഫ് എ പ്ലാന്റ് ദാറ്റ് പ്രിപ്പയർ ഫുഡ് ഈസ് ലീഫ്. സേ ദ സ്പെല്ലിംഗ് LEAF, leaf. Third question, plants that cannot stand straight because of weak stem. അതായത് വീക്ക് സ്റ്റെമ്മ് മൂലം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ പേര് എഴുതാൻ. നമുക്ക് ഒരുപാട് പ്ലാന്റിൻ്റെ പേര് അറിയല്ലേ? വീക്ക് സ്റ്റെമ്മുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ്? യെസ്, പീ പ്ലാന്റ്, ദെൻ മണി പ്ലാന്റ്, ഗ്രേപ്പ് വൈൻ. ഇതെല്ലാം എന്താണ്? വീക്ക് സ്റ്റെംസ് ഉള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പേര് എഴുതുക. ഏതാണ് എഴുതുന്നത്? പീ പ്ലാന്റ്. Okay. D, the part of a plant that absorbs water from soil. സോയിലിൽ നിന്നും
എന്താണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഏത് പാർട്ടാണെന്ന്. വിച്ച് പാർട്ട്? റൂട്ട് അല്ലേ, റൂട്ടല്ലേ അബ്സോർബ് ചെയ്യുന്നത്, റൂട്ട്സ്. ഓക്കെ, റൂട്ട് മതി, പാർട്ട് ഓഫ് എ പ്ലാന്റ് ആണ്, ഏതെങ്കിലും ഒരു പാർട്ട്, റൂട്ട്. ഓക്കെ, ഇനി അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ, ഏതൊക്കെയാണ്? എ പ്ലാൻ യൂസ്ഡ് ഫോർ മേക്കിംഗ് മെഡിസിൻ, തുളസി. പാർട്ട് ഓഫ് എ പ്ലാന്റ് ദാറ്റ് പ്രിപ്പയർ ഫുഡ്, ലീഫ്. Plants that cannot stand straight because of weak stem, that is pea plant. Then the part of a plant that absorb water from soil is root. Okay, second part we have write T for true or F for false. True or false എഴുതാനാണ്. True or false. First question, fruits grow from flowers. അതായത് ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് വളരുന്നത്? ആദ്യം എന്താണ്, ഒരു പ്ലാന്റിൽ ഫ്ലവർ വന്നിട്ട് അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്രൂട്ട് കിട്ടുന്നത്. അപ്പം ദാറ്റ് ഈസ് എ ട്രൂ ഓർ ഫോൾസ്? ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ, യു ക്യാൻ റൈറ്റ് ടി. ടി ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? True. T for true. Fruits grow from flowers. That is true. Okay. Then B, we depend on plants for many things. അതായത് നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഫോർ മെനി തിങ്സ്, ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ എ ട്രൂ. ഓക്കെ, ദെൻ സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ ദ ഓൺലി തിങ്സ് ഓഫ് എ പ്ലാന്റ് നീഡ്സ് ടു ഗ്രോ. അതായത് ഒരു പ്ലാന്റിന് വളരാനായിട്ട് ആവശ്യമുള്ള രണ്ട് ഘടകങ്ങളാണ് സോയിലും സൺലൈറ്റും. അപ്പോൾ സോയിലും സൺലൈറ്റും മാത്രം ഉണ്ടെങ്കിൽ പ്ലാന്റിന് ഗ്രോ ചെയ്യാൻ പറ്റുമോ? വേറെ കുറേ ഘടകങ്ങൾ ആവശ്യമുണ്ട് അല്ലേ? അപ്പം ദാറ്റ് ഈസ് ഫോൾസ്. ദെൻ വി ക്യാൻ റൈറ്റ് ഹിയർ എഫ് ഫോർ ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സ്റ്റെം ഓഫ് എ പ്ലാന്റ് ഗ്രോസ് ഇൻ ടു എ ഫ്ലവർ. ഒരു പ്ലാന്റിൻ്റെ സ്റ്റെം എന്തായി മാറുന്നു? ഫ്ലവറായി മാറുന്നു. ശരിയാണോ? തെറ്റാണല്ലേ? സ്റ്റെം ആണോ ഫ്ലവർ ആവുന്നത്? ദാറ്റ് ഈസ് എ ഫോൾസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. പാർട്സ് ഓഫ് എ പ്ലാന്റ്. അതായത് നമ്മൾ ഒരുപാട് ഇപ്പം എല്ലാവർക്കും പ്ലാന്റ്സിനെ വളർത്തുന്നതൊക്കെ ഒരു ക്രേസായി മാറിയിരിക്കുകയാണ് അല്ലേ? അപ്പം എന്താണ്, നമുക്ക് ആ പാർട്സ് ഓഫ് എ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. Parts of a plant. Can you say what are the main parts of a plant? ഏതൊക്കെയാണ്? ലീഫ്, സ്റ്റെം, then root, flower, etc. Many parts that have a plant. Okay. ഇതിൽ എ പ്ലാന്റ് ഹാസ് ടു മെയിൻ പാർട്സ്. അപ്പം നമുക്ക് പ്ലാന്റ്സിന് കുറേ പാർട്ടുകളുണ്ട്. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? ലീഫ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട്, ദെൻ റൂട്ട് ഉണ്ട്. അപ്പം അതിൽ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ പാർട്ടിനെ മെയിൻലി 2 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ഒന്ന് നോക്കുക. പാർട്സ് ഓഫ് എ പ്ലാന്റ്. മിസ് ജസ്റ്റ് ഒരു പ്ലാൻ ഒന്ന് വരയ്ക്കാം. എന്താണ് ഒരു പ്ലാന്റിന്റെ മെയിൻ പാർട്സ് ആണ്. അതായത് ഒരു പ്ലാന്റിന് നമുക്ക് എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം? മെയിൻലി 2 പാർട്സ്. അതായത് സോയിലിന് മുകളിലോട്ടുള്ള പാർട്സ് ഒരു പാർട്ടും സോയിലിന് താഴെ കാണുന്ന പാർട്ടിനെ നമുക്ക് എന്താക്കാം? അനദർ പാർട്ടും ആക്കാം. അപ്പോൾ പ്ലാന്റിന് മെയിനായിട്ട് നമുക്ക് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
അതായത് സോയിലിന് മുകളിലുള്ള പാർട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? ഷൂട്ട് എന്നും സോയിലിന് താഴോട്ടുള്ള ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? റൂട്ട് എന്നും നമുക്ക് വിളിക്കും. എന്തൊക്കെയാണ്? മെയിൻലി എ പ്ലാന്റ് ഹാവ് ടു പാർട്സ്. The part that's seen above the soil we called shoot, and the part that's seen below the soil we called root. Okay, പ്ലാന്റിന്റെ സോയിലിന് മുകളിൽ കാണുന്ന പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഷൂട്ട് എന്ന് വിളിക്കുന്നു. വാട്ട് ഈസ് ഷൂട്ട്? ആൻഡ് ദ പാർട്ട് ദാറ്റ് സീൻ ബിലോ ദ സോയിൽ ആർ കോൾഡ് റൂട്ട്. അതായത് റൂട്ടിന്റെ പാർട്ടിനെ നമുക്ക് കാണാൻ പറ്റുമോ? അത് മണ്ണിനടിയിലോട്ടാണ് അത് വളർന്നു പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നെ എന്തൊക്കെ പാർട്സ് ആണെന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് വി ഹാവ് ലീഫ് അല്ലേ? ഒരു പ്ലാന്റിന് എന്തൊക്കെ പാർട്ടുണ്ട്? ലീഫ് ഉണ്ട്. ദെൻ ഇതെന്താണ്? അതിന്റെ ഫ്രൂട്ട് ആണ് അല്ലേ? FRUIT ഫ്രൂട്ട്. ദെൻ മെയിൻ ആയിട്ട് എന്തുണ്ട്? സ്റ്റെം, STEM സ്റ്റെം. Then we have root, then flower, okay, അതായത് ഈ പ്ലാന്റിന്റെ മെയിൻലി പ്ലാന്റിന് എത്ര പാർട്സ് ആണുള്ളത്? 2 പാർട്സ്. അതായത് സോയിലിന് മുകളിലുള്ള പ്ലാന്റിന്റെ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഷൂട്ട് എന്നും സോയിലിന് താഴെ കാണുന്ന പാർട്ടിനെ നമ്മൾ റൂട്ട് എന്നും വിളിക്കുന്നു. ഈ ഷൂട്ടിൽ തന്നെ ഏതൊക്കെ പാർട്സ് ആണ് നമുക്കുള്ളത്? ഫ്ലവർ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാന്റിന്റെ ഫ്ലവർ ഷൂട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ്. ദെൻ ലീഫ്, സോയിലിന് മുകളിൽ കാണുന്ന നമ്മുടെ പ്ലാന്റിന്റെ പാർട്ടാണ്. ദെൻ ഫ്രൂട്ട്. അപ്പോൾ ഒരു പ്ലാന്റിന് എന്തൊക്കെ കാണും? ഫ്ലവർ ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, ദെൻ ഫ്രൂട്ട് ഉണ്ടാവും. ഈ ഫ്രൂട്ടിനകത്ത് എന്തുണ്ടാവും? സീഡ് ഉണ്ടാവും അല്ലേ? നമുക്ക് മെയിനായിട്ട് നമുക്ക് സീഡ് എവിടെയാണുള്ളത്? ഈ ഫ്രൂട്ടിനകത്താണ് സീഡ് ഉള്ളത് അല്ലേ? ദെൻ സ്റ്റെം, അതും എന്താണ്? ഷൂട്ടിൽ വരുന്ന പാർട്ടാണ്. അപ്പോൾ ഷൂട്ട് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? അതായത് സോയിലിന് മുകളിലുള്ള പ്ലാന്റിന്റെ പാർട്ടാണ് എന്ത്? ഷൂട്ട്. അതായത് സോയിലിന് താഴെ കാണുന്ന പാർട്ട് മെയിനായിട്ട് ഏത് മാത്രമേ ഉള്ളൂ? റൂട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു പ്ലാന്റിന്റെ പാർട്ട് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഷൂട്ട് സിസ്റ്റവും റൂട്ട് സിസ്റ്റവും അങ്ങനെ രണ്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റിലെ നമുക്ക് പഠിക്കാനുള്ളത് റൂട്ട് സിസ്റ്റം ആണ്. എന്താണ്? റൂട്ട് സിസ്റ്റം. ദ റൂട്ട് സിസ്റ്റം. The roots grow below the ground. ഗ്രൗണ്ടിന് താഴെയാണ് എന്ത്? റൂട്ട്സ് മെയിനായിട്ടും ഗ്രോ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ, പ്രത്യേകിച്ച് അതിന് വിശദീകരണമൊന്നും ആവശ്യമില്ല. ഗ്രൗണ്ടിന് താഴെയാണ് എന്ത് വളരുന്നത്? റൂട്ട് വളരുന്നത്. ദേ അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. അപ്പം നമുക്കറിയാം, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ചെടി മുകളിലുള്ള പാർട്ടാണോ വലിച്ചെടുക്കുന്നത്? അല്ല, ചെടി മണ്ണിനടിയിൽ കാണുന്ന ഈ റൂട്ട്സ് എന്ത് ചെയ്യുന്നു? ഈ വെള്ളം വലിച്ച് എടുക്കുന്നു. വാട്ടറും ന്യൂട്രിയൻസും വലിച്ചെടുത്ത് ആർക്ക് കൊടുക്കുന്നു? ചെടിയുടെ മുകളിലുള്ള പാർട്ടിന് കൊടുക്കുന്നു. റൂട്ട് വലിച്ചെടുത്ത് ആർക്ക് കൊടുക്കുന്നു? സ്റ്റെമ്മിന് കൊടുക്കുന്നു. ദേ ഹോൾഡ് ദ പ്ലാന്റ് ഫേംലി ടു ദ സോയിൽ ആൻഡ് സപ്പോർട്ട് ഇറ്റ്. അപ്പം ഈ പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? റൂട്ടാണ്. അപ്പോൾ ഒരു പ്ലാന്റിന് റൂട്ട് വളരെ അത്യാവശ്യമാണ്. എന്തിനാണ്? ഈ പ്ലാന്റിനെ സോയിലിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? ഈ റൂട്ടാണ്. എന്നിട്ട് ഈ പ്ലാന്റിന് ആവശ്യമായ സപ്പോർട്ടും ആര് കൊടുക്കുന്നു? റൂട്ട് കൊടുക്കുന്നു. ദേ ഓൾസോ സ്റ്റോർ ഫുഡ്. റൂട്ട്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ചില റൂട്ടുകളും ഉണ്ട്. ഓക്കെ, there are mainly 2 types of roots. They are tap roots and fibrous root. അപ്പോൾ റൂട്ട് സിസ്റ്റം എന്താണ്? റൂട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്ലാന്റിന് ആവശ്യമായ വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്, വാട്ടറും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ്? they hold the plant firmly to the soil. firmly to the soil. മണ്ണിൽ ചെടി ഉറപ്പിച്ച് നിർത്തുന്ന പ്ലാന്റിന്റെ പാർട്ടാണെന്ത്? റൂട്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഗീവ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്. സപ്പോർട്ട് കൊടുക്കുന്നു. പിന്നെന്താണ്? ചില റൂട്ടുകൾ സ്റ്റോർ ചെയ്യുന്നു ഫുഡ് അല്ലേ? നമുക്കറിയാം ടപ്പിയോക്ക പ്ലാന്റ്. അപ്പോൾ ടപ്പിയോക്കയുടെ റൂട്ടാണെന്ത്? നമ്മൾ കഴിക്കുന്നത്. ഫുഡ് അവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പം there are mainly 2 types of roots. They are tap root and fibrous root. Okay,
two types of root, taproot and fibrous root. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പഠിച്ചു നിർത്താം. അപ്പോൾ റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എന്താണ്? റൂട്ട് ഗ്രോ ബിലോ ദ ഗ്രൗണ്ട്. റൂട്ടിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം? എന്തൊക്കെ അറിയാം? റൂട്ട് ഗ്രോ ബിലോ ദ ഗ്രൗണ്ട്. ദേ അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. പിന്നീട് എന്താണ്? ദേ ഹോൾഡ് ദ പ്ലാന്റ് ഫേംലി ടു ദ സോയിൽ ആൻഡ് ഗിവ് സപ്പോർട്ട് കൊടുക്കുന്നു. പിന്നെന്താണ്? ദേ ഓൾസോ സ്റ്റോർ ഫുഡ്. പിന്നെന്താണ്? ടു ടൈപ്സ് ഓഫ് റൂട്ട്സ്. ദേ ആർ ടാപ്പ് റൂട്ട്സ് ആൻഡ് ഫൈബ്രസ് റൂട്ട്. ഓക്കെ, ഇൻഷാല്ലാ today we can wind up the class. The later portion we can study in the next class. Assalamu alaikum wa rahmatullahi wa barakatuh.